ശ്രീമതി ലോയിസ് തിമത്തി മാതാവിൻ്റെ ആദ്യ പ്രാർത്ഥന കൂട്ടായ്മ കോവളം മുട്ടയാട് ഒരു പ്ലാവിൻ ചുവട്ടിൽ ആരംഭിക്കുകയും 1962 ആയപ്പോഴത്തേക്ക് മദ്രാസിൽ പാസ്റ്റർ അവരുടെ മകനായ പാസ്റ്റർ ടി സ്റ്റീഫൻ അവറുകൾ S8 1962 രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് 2000 വർഷമായപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മകനായ പാസ്റ്റർ ജെയ്സൺ ടി രാജ് അവർകൾ T4174 എന്ന സംഘടന വീണ്ടും പുതുക്കി രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ 2025 ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായ ബിനോയ് ആംസ്ട്രോങ് ജേസൺ അവർകൾ നമ്മുടെ സംഘടനയെ നയിച്ചുകൊണ്ട് ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലി ട്രസ്റ്റ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തു ഇപ്പോൾ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2025 ട്രസ്റ്റ് എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്തെന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച് നിങ്ങളെല്ലാം അറിയിച്ച വിഷയമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ അതിലേക്കൊന്നും കടക്കാൻ വേണ്ടി പോകുന്നില്ല. ദൈവം പ്രിയ കർത്താവിദാസനെ ആ നേതൃത്വത്തിൽ എത്തിക്കുകയും നമ്മയെല്ലാം അതിൻ്റെ കീഴിൽ ഒരു കൊടക്കീഴിൽ ദൈവം ആക്കി തീർക്കുകയും ചെയ്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി ദൈവത്തിന് നിൽപ്പാൻ കർത്താവ് സഹായിച്ചതിനെ ഓർത്ത്, ഇത്തരത്തിലുള്ള ലീഡർഷിപ്പിൽ നിൽപ്പാൻ കർത്താവ് സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഈ ശതാബ്ദി ആഘോഷം നമുക്കിവിടെ നടത്തുവാൻ കഴിഞ്ഞത് തന്നെ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾ കൊണ്ട് ഇന്നത്തെ 3ാമത്തെ ദിവസം വരെയും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കേവർക്കും അറിയാവുന്നുള്ളൊരു കാര്യമാണ്. ആ ദൈവത്തെ എത്ര സ്തുതിച്ചിരുന്നാലും മതിയാകുകയില്ല. സകല മാനവ മഹത്വം നമ്മളെ കർത്താവിന് അർപ്പിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങളെ ഓർത്തി 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. തുടർന്ന് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യ ദിവസം അധ്യക്ഷനായിരുന്ന പ്രിയ നമ്മുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ C യേശുദാസ് അവറുകളായിരുന്നു. പ്രിയ കർത്താവിദാസിന് പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. അന്ന് നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തത് സിയോൺ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ NS സൈമൺ അവറുകളാണ്. പ്രിയ കർത്താവിദാസൻ കൃത്യസമയത്തിൽ കടന്നു വന്ന് ആ ഉദ്ഘാടന കടം നിർവഹിക്കുകയും ചെയ്തു. ആ കർത്താവിദാസിന് പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിക്കുന്നു. അന്നേ ദിവസത്തെ മുഖ്യപ്രാസംഗികനായിരുന്ന പാസ്റ്റർ KJ തോമസ് കുമളി അവർകളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. അന്ന് പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തിയ പാസ്റ്റർ ഷൈജു ദേവദാസ് അവർകളാണ്. പ്രിയ കർത്താവിദാസനും പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. 2ാമത്തെ ദിവസമായ അധ്യക്ഷനായിരുന്നത് പാസ്റ്റർ അജി, യൂത്ത് ഇൻ ക്രൈസ്റ്റ് ഡയറക്ടറായിരിക്കുന്ന പാസ്റ്റർ അജി അവർക്കാണ്. പ്രിയ കർത്താവിദാസനും പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. അന്നത്തെ ദിവസം മുഖ്യ സന്ദേശം നൽകിയത് പാസ്റ്റർ ഷാജി M പോൾ അവർകളാണ്. നല്ല ആത്മീയമായിട്ടുള്ള സന്ദേശങ്ങളെ നമുക്ക് നൽകുവാൻ പ്രിയ കർത്താവിദാസിനെ അവിടെ നിന്ന് ഒരിക്കൽ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കർത്താവിദാസിന് പ്രത്യേകമായിട്ടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അന്നത്തെ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തിയത് ബ്രദർ ഷാരോൺ വർഗീസാണ്. പ്രിയ കർത്താവിദാസിനെയും പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. നിങ്ങൾ വെറുതെ ഇരിക്കുന്നത് ഒരു കൈയൊന്ന് അടിച്ചൂടെ? ഇന്ന് പ്രഭാതത്തിൽ വിശുദ്ധ സഭാരാധന നമുക്ക് സംയുക്തമായിട്ട് കൂടുവാൻ കർത്താവ് സഹായിച്ചതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ മുഖ്യ സന്ദേശം അറിയിക്കുവാൻ വേണ്ടി കടന്നു വന്നത് പാസ്റ്റർ ബൈജു മാലാക്കരയാണ്. പ്രിയ കർത്താവിദാസനെ ദൈവം കരങ്ങളുടെ അടുത്ത് ഉപയോഗിച്ചു. നമുക്ക് ആവശ്യമുള്ള ആത്മീയ ആലോചനകൾ നൽകുവാൻ കർത്താവ് സഹായിച്ചതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ബൈജു മാലാക്കര അവർക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ മീറ്റിങ്ങിൽ അധ്യക്ഷപീഠം അലങ്കരിക്കുന്നത് സൗത്ത് ഇന്ത്യ അപ്പോസ്തലിക ചർച്ചിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ ജ്ഞാനയ്യൻ അവർകളാണ്. പ്രിയ കർത്താവിൻ്റെ ദാസൻ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വരികയും ഇന്ന് അധ്യക്ഷപീഠം അലങ്കരിച്ച് യോഗത്തെ നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസന് പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ മുഖ്യ സന്ദേശം അറിയിക്കുന്നത് പാസ്റ്റർ രാജു മേത്ര അവർകളാണ്. പ്രിയ കർത്താവിൻ്റെ ദാസൻ കൃത്യസമയത്ത് തന്നെ കടന്നു വരികയും വേദിയിലായിരിക്കുകയും ചെയ്യുന്നു. പ്രിയ കർത്താവിദാസൻ നമുക്കിന്ന് ആവശ്യമുള്ള ദൈവിക ആലോചനകൾ നൽകുവാൻ കടന്നു വന്നിരിക്കുന്ന പ്രിയ കർത്താവിദാസന് പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തിയ പാസ്റ്റർ എബ്രഹാം ക്രിസ്റ്റഫർ അവർ
നമുക്ക് നമ്മെ ആത്മീയമായിട്ട് ഒരു പടി കൂടെ മുന്നേറുവാൻ കർത്താവ് സഹായിച്ചു. പ്രിയ എബ്രഹാം ക്രിസ്റ്റഫറിന് പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. ഇനി നമ്മുടെ കൊയർ ടീമാണ്. ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഈ യൂണിഫോമൊക്കെ ഇട്ട് ഇവിടെ ഇരിക്കുന്നത്. പ്രിയ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ കീബോർഡ് നമുക്ക് വേണ്ടി വായിക്കുന്നത് ബ്രദർ സ്റ്റെബിലിനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് യൂട്യൂബിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രിയ സഹോദരനാണ്. പ്രിയ സ്റ്റെബിലിന് പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമുക്ക് വോക്കൽ പാടുവാൻ വേണ്ടി കടന്നു വന്ന സഹായിച്ച ബ്രദർ അനീഷ് അവർകൾ, പ്രിയ അനീഷിനും പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഗിറ്റാർ വായിച്ച് നമ്മെ സഹായിച്ച ബ്രദർ ഷിജിനെയും പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. റിതം പാഡ് വായിച്ച് നമ്മെ സഹായിച്ച ബ്രദർ ലിജുവിനും പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. ഫ്ലൂട്ട് വായിച്ച് 2 പേരാണ് ഫ്ലൂട്ട് വായിച്ച് നമ്മെ സഹായിച്ചത്, ബ്രദർ അനൂപും ബ്രദർ ജിബിനും. ബ്രദർ ജിബിൻ ഇന്ന് നമ്മൾ മധ്യേ ഫ്ലൂട്ട് വായിച്ച് നമ്മെ സഹായിച്ചു. പ്രിയ ജിബിനും പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിക്ക് 15 സംസ്ഥാനങ്ങളിൽ സഭയും വേലക്കാരുമുണ്ട്. അവരുടെ പ്രതിനിധികളായിട്ട് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് പരിചയപ്പെടുത്തുവാനും അവർക്ക് നന്ദി അർപ്പിക്കുവാനും വേണ്ടി ഈ സമയം വിനിയോഗിക്കുകയാണ്. പഞ്ചാബിൽ നിന്ന് കടന്നു വന്ന പ്രിയ നിർമ്മൽ സിംഗ്, തേരക് ജോൺ എന്നീ പ്രിയപ്പെട്ട കർത്താടദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ വടക്കേന്ത്യൻ മിഷൻ യാത്രയിൽ പോകുമ്പോഴത്തേക്ക് എവരുടെ ഭവനങ്ങളിലാണ് ഞങ്ങൾ തങ്ങുകയും അവരുടെ ഭക്ഷണമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായി കുക്ക് ചെയ്യാൻ കഴിയുന്ന, എൻ്റെ മലയാളം അറിയാമല്ലോ അല്ലേ? ആരെങ്കിലും ഒന്ന് ട്രാൻസ്ലേറ്റ് പറഞ്ഞോളൂ. അപ്പോൾ മനോഹരമായി ഫുഡ് കുക്ക് ചെയ്ത് തരുന്നതാണ് അവരുടെ ഭാര്യമാർ. അവരുടെ ചപ്പാത്തിയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. അപ്പോൾ പ്രിയ നിർമ്മൽ സിംഗിനും പാസ്റ്റർ തേരക് ജോണും പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശിൻ്റെ പ്രതിനിധിയായിട്ട് കടന്നു വന്നിരിക്കുന്ന പാസ്റ്റർ അഭിഷേക് കുമാറിന് പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. ഛത്തീസ്ഗഡിൽ നിന്ന് കടന്നു വന്ന പാസ്റ്റർ സലീം ഹക്ക്, പാസ്റ്റർ സുരേഷ് ബാബ് എന്നിവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കർത്താദാസന്മാർ നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. ആന്ധ്രാപ്രദേശിൽ നിന്ന് കടന്നു വന്ന പാസ്റ്റർ ദയാഖർ, പാസ്റ്റർ ജി സ്റ്റീവൻ എന്നിവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. കർണാടകയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും കടന്നു വന്നവർ, അവരുടെ ഇന്ന് സഭാരാധനയ്ക്ക് ശേഷം അവർ മടക്കിപ്പോയി. പാസ്റ്റർ വീരബാബു, പാസ്റ്റർ ഗർഷോം മറിയ എന്നിവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബോർഡ് അംഗങ്ങളായിട്ട് പ്രസിഡന്റ് മുതൽ ഈ താഴേറ്റം വരെയുള്ള എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. സെൻട്രൽ പാസ്റ്റർമാരായിട്ടുള്ള കടന്നു വന്നിരിക്കുന്ന പ്രിയ കർത്താദാസന്മാർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. സഭാ പാസ്റ്റർമാരായി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. വോളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കൾക്ക് വാഹനങ്ങളെല്ലാം, ഗതാഗതങ്ങളെല്ലാം ശരിയായ രീതിയിൽ നയിക്കുകയും അതുപോലെ തന്നെ ഇവിടെ കസേരകളെല്ലാം കറക്റ്റ് സമയങ്ങളിലെല്ലാം എടുത്തിടുകയും ചെയ്യുന്ന പ്രിയ വോളണ്ടിയേഴ്സിനും പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ കൺവെൻഷൻ ഗ്രൗണ്ടിൻ്റെ അയൽക്കാരായിട്ടുള്ള നല്ലവരായ നാട്ടുകാർ, പലവിധമായിട്ടുള്ള സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു തന്ന പ്രിയ നാട്ടുകാർക്കും ഇവിടെ കളിക്കുവാൻ വരുന്ന കളിക്കാരും എല്ലാവരും നമുക്ക് ഇതിനുവേണ്ടി പലവിധമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു തന്നിട്ടുള്ളവരാണ്. അയൽക്കാരായിട്ടും കളിക്കാരായിട്ടും വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. ഈ ഗ്രൗണ്ട് അനുവദിച്ചു തന്ന കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത്, അതിൻ്റെ പ്രസിഡന്റ് ഈ വാർഡ് മെമ്പറും കൂടെയാണ്. സെക്രട്ടറിയെയും പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. നമുക്ക്
മൈക്ക് ഓർഡർ മറ്റ് വിവിധങ്ങളായിട്ടുള്ള പ്രൊട്ടക്ഷൻ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന നിയമ പോലീസ് അധികാരികളായ സർക്കിൾ ഇൻസ്പെക്ടർക്കും സബ് ഇൻസ്പെക്ടർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് കറണ്ട് ലഭ്യമാക്കുവാൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ അധികാരികൾ ഞങ്ങളെ സഹായിച്ചു. അവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് ശബ്ദവും വെളിച്ചവും അനുഗ്രഹപ്രദമായ രീതിയിൽ ശബ്ദം ക്രമീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന യാതൊരുമായിട്ടുള്ള തടസ്സങ്ങളും കൂടാതെ നല്ല രീതിയിൽ മൈക്ക് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ ഈ ഷാമിയാന ഈ ടെൻറ്റിൻ്റെ വർക്കും എല്ലാം ചെയ്തു തന്നിരിക്കുന്നത് നമ്മുടെ ജയ സൗണ്ട്സാണ്. പ്രിയ ജയ സൗണ്ട്സിന് പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ലൈവ് സ്ട്രീമിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യൻ ഗുഡ് ന്യൂസ് TV ആണ് നമുക്ക് ലൈവ് സ്ട്രീമിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ക്രിസ്ത്യൻ ഗുഡ് ന്യൂസ് TVക്കും അതിൻ്റെ പ്രതിനിധികൾക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. ഗ്രൗണ്ടിൽ കഴിഞ്ഞ ചില നാളുകളായിട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഗ്രൗണ്ടിലെ വിവിധങ്ങളായിട്ടുള്ള പല സ്ഥലങ്ങളിൽ കുഴികളൊക്കെ ഉണ്ടായിരുന്നു. ആ കുഴികളൊക്കെ നികത്തി മുൾച്ചെടികളൊക്കെ വെട്ടിമാറ്റി പലവിധമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു തന്ന വിവിധങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ട്, ദൈവദാസന്മാരുണ്ട്, സഹോദരന്മാരുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ മീറ്റിംഗ് ഇങ്ങനെ മനോഹരമായിട്ട് നടക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ നമുക്ക് എന്തായിരുന്നാലും സാമ്പത്തികം ആവശ്യമാണ്. ആ സാമ്പത്തികം ചെറുതും വലുതുമായിട്ട് നമ്മുടെ കരങ്ങളിലേക്ക് എത്തിച്ചു തന്ന പ്രിയപ്പെട്ട നല്ലവരായ നാട്ടുകാരായിട്ടുള്ളവരും വിശ്വാസികളായിട്ടും ഉള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. ഈ ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്ത് ഒരു സഭ ഉണ്ട്. പാസ്റ്റർ ഷിജുമോൻ അവர்களാണ്. നമുക്ക് ഇവിടെ കൺവെൻഷൻ നടക്കുന്നതെന്ന് അറിഞ്ഞ ഉടനെ തന്നെ പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ സഭ നമുക്ക് വേണ്ടി തുറന്നു തരികയും ആവശ്യമുള്ള എന്ത് സൗകര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാമെന്ന് താക്കോലും കൂടെ ഞങ്ങളെ ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. പ്രിയ കർത്താവിൻ്റെ ദാസന് പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ ഗ്രൗണ്ടിൻ്റെ ഓപ്പോസിറ്റായിട്ട് കിടക്കുന്ന കുറച്ച് സ്ഥലമുണ്ട്. അവിടെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അവിടെ ഉള്ളവരുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഗ്രൗണ്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള അനുമതി ചോദിച്ചപ്പോൾ സന്തോഷത്തോടുകൂടി അവർ ആ ഗേറ്റ് തുറന്നു തരികയും ഞങ്ങളുടെ ഇവിടെ കൺവെൻഷന് കടന്നു വന്ന എല്ലാവരുടെയും വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ലഭ്യമായി. ആ പ്രിയപ്പെട്ടവർക്ക്, ആ വസ്തുവിൻ്റെ ഉടമയ്ക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. ഇനി ആർക്കെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടെ നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.